ദൈവം നമ്മെക്കുറിച്ച് കാണുന്നത് പോലെ നാം ഒന്ന് കാണാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ. ദാവീദിനെ കുറിച്ച് ഒരാൾ പറയുന്നത് എന്താണ്? നീച. ഗോലിയാത്ത് അവനെ കുറിച്ച് പറയുന്നത് നീ ആ ചത്ത നായെ പോലെ ഇരിക്കുന്ന ഒരു മനുഷ്യനെന്ന. ഇങ്ങനെ ദാവീദിനെ കുറിച്ച് ഒത്തിരി ആളുകൾ, തൻ്റെ ജ്യേഷ്ഠൻ പറയുന്നത് നീ അഹങ്കാരിയായ മനുഷ്യനെന്ന. എന്നാൽ സ്തോത്രം, ദൈവം അവനെ കാണുന്നത് എങ്ങനെയാണ്? രാജാവായിട്ട്. സ്തോത്രം. ഞാൻ പറയട്ടെ, സ്തോത്രം, ദാവീദിന് അല്ലെങ്കിൽ മനസ്സിലാകുകയാണ്, സ്തോത്രം, ദൈവം എന്നെ കാണുന്നത് രാജാവായിട്ടാണ് എന്നൊരു ബോധ്യം അകത്തളത്തിലൊന്നു വന്നാൽ, ദൈവം എന്നെ എങ്ങനെയാണ് കാണുന്നത് ആ രീതിയിൽ ഞാൻ എന്നെ ഒന്ന് കാണണം. മനുഷ്യരൊക്കെ എന്നെ എങ്ങനെ വേണമെങ്കിലും കണ്ടോട്ടെ. യിരെമ്യാവിനെ കുറിച്ച് ദൈവം, സ്തോത്രം, പറയുന്ന ഒരു കാര്യമുണ്ട്: പൊളിക്കുവാനും ഇടിക്കുവാനും തകർക്കുവാനും പണിയുവാനും നിന്നെ ഞാൻ ഒരു പ്രവാചകനായി കാണുന്നു. പക്ഷേ യിരെമ്യാവ് തന്നെ കുറിച്ച് കണ്ടത് എങ്ങനെയാണെന്നറിയാം? സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഇവരുടെ അടുക്കലൊന്നും പോയി എനിക്കൊന്നും പറയാൻ കഴിയത്തില്ല എന്നുള്ള മനോഭാവമാണ്. ഞാൻ പറയാം, പിശാചിന് ഏറ്റവും വലിയ തന്ത്രം എന്നറിയാമോ? മനുഷ്യരിലൂടെ പറയും, നമ്മളോട് മനസ്സിലൂടെ നമ്മളോട് പറയും. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ഗദ്ഗതങ്ങൾ, ഹല്ലേലൂയ, പിശാച് മുതലെടുത്തിട്ട് പറയും ഇനി ഒരിക്കലും സാധ്യമല്ല. മനുഷ്യൻ നിന്നെ കുറിച്ച് കാണുന്ന പോലാകരുത്, പിശാച് നിന്നെ കുറിച്ച് കാണുന്ന പോകലല്ല. ഇന്ന് രാത്രിയിൽ ദൈവം എന്നെ കുറിച്ച് കാണുന്നത്, ഹല്ലേലൂയ, ദൈവം എന്നെ കുറിച്ച് കാണുന്നത്, എന്റെ തലമുറയെ കുറിച്ച് കാണുന്നത്, ഹല്ലേലൂയ, എന്റെ കുടുംബത്തെ കുറിച്ച് കാണുന്നത്, ഹല്ലേലൂയ, ദൈവമേ എനിക്കതൊന്ന് കാണാൻ ഇന്ന് രാത്രിയിൽ ഇടയാകണമെന്ന് നമ്മൾ എത്ര പേർ പറയാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. അത് എത്ര ദിവസം കഴിയുമ്പോഴൊന്നും എനിക്കറിയില്ല, എത്ര മാസം കഴിയുമെന്ന് എനിക്കറിയത്തില്ല. ഒരു പക്ഷേങ്കിൽ നീ അതിന്റെ ഒരറ്റത്ത് പോലും എത്തിക്കാണത്തില്ല. ഒരു പക്ഷേങ്കിൽ നിന്നെ കണ്ണുകൊണ്ട് നോക്കിയാൽ ഒരിക്കലും നീ അത് കാണുന്നില്ലായിരിക്കാം. പക്ഷെ ഒരു കാര്യം സത്യമാ, ഹല്ലേലൂയ, ദൈവം നിന്നെ കുറിച്ച് എന്ത് കണ്ടിട്ടുണ്ടോ അതിൽ നിന്നെ എത്തിക്കുന്ന ദൈവം തന്നെ. അതിനെത്ര, ഹല്ലേലൂയ, ആളുകൾ അതിനെതിരെ പറഞ്ഞാലും ശരി, അതിനെത്ര വ്യക്തികൾ നിന്റെ അടുക്കൽ വന്ന് നിന്റെ മനസ്സിനെ ഇടിച്ചു കളഞ്ഞാലും ശരി, നിന്റെ കുടുംബത്തെ കുറിച്ച്, നിന്റെ തലമുറയെ കുറിച്ച്, നിന്നെ കുറിച്ച് ദൈവം എന്ത് കണ്ടിട്ടുണ്ടോ അത് സാധിക്കും. ദാവീദിനോട് ദൈവത്തിന് പറയാൻ വാക്കുണ്ട്: ദാവീദേ, നിന്നെ ദൈവം കണ്ടിരിക്കുന്നത് രാജാവായിട്ടാണ്. പക്ഷെ ഇന്ന് നീ രാജാവൊന്നുമല്ല. നിന്റെ തലയിൽ അഭിഷേകം വീണ് കഴിഞ്ഞിട്ടും എത്രയോ പ്രാവശ്യം രാജ്യത്വം തനിക്ക് കിട്ടകത്തില്ല എന്ന് പറയുന്ന അനുഭവങ്ങൾ ദാവീദിനുണ്ടായിട്ടുണ്ട്. ഒരു ദിവസം ദാവീദ് തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്തോത്രം, ഇവന്റെ കൈ കൊണ്ട് ഞാൻ തീരത്തേ ഉള്ളൂ, അല്ല ശൗലിന്റെ കൈ കൊണ്ട് ഞാൻ തീരത്തേ ഉള്ളൂ. ദാവീദ് പറഞ്ഞിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം തന്റെ തലയിലുള്ള അഭിഷേകത്തെ കുറിച്ച് ദാവീദ് തന്നെ മറന്നുപോയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചു നിർത്താം: ദൈവമേ, ദൈവം എന്നെ കുറിച്ച് എന്ത് കാണുന്നുവോ അത് കാണാൻ എന്റെ കണ്ണൊന്ന് തുറക്കണമേ എന്ന്.